നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും 19-കാരിയെ ട്രാക്കിലേക്ക് ചവിട്ടി താഴെയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു. ട്രെയിനിന്റെ വാതിലിൽ നിന്നും പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയതെന്നുമാണ് സുരേഷ് കുമാറിന്റെ മൊഴി. പെൺകുട്ടിയുടെ പിന്നിൽ നിന്നുമാണ് ചവിട്ടിയത്. പ്രത്യേകിച്ചൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ഞങ്ങൾ നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആള്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ചവിട്ടി തള്ളിയിട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ് ജനറൽ കമ്പാർട്ട്മെന്റ്? ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവയെന്ന്. നാട് ആലുവയാണ്? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ. നമ്മളിവിടെ പോയിട്ട് വരാം. ശരി സാർ, ശരി, ഓക്കെ. എന്റെ പേര് സമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ഞെട്ടലോടെയാണ് സംഭവം കേട്ടതെന്ന് സുരേഷ് കുമാറിന്റെ അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ ഷീല പറഞ്ഞു. സുരേഷ് കുമാർ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും ഷീല പറഞ്ഞു. മദ്യപാനിയാണെങ്കിലും മുൻപ് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതായി അറിവില്ലെന്ന് സമീപവാസിയും ജനപ്രതിനിധിയുമായ ശ്യാമും പ്രതികരിച്ചു. സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മദ്യപാനിയാണ്. പക്ഷേ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കും, ഭാര്യയെ അടിക്കും, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ്. മക്കൾ അയാളുടെ സംരക്ഷണയിലാണ്, അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട്, അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള, അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല. ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിവില്ല. ഇപ്പോൾ ഇന്ന് ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായമൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ ആയിട്ടില്ല. സൗമ്യ നേരിട്ട് തന്നെ സമാനമായ ക്രൂരകൃത്യമാണ് വർക്കലയിൽ ഉണ്ടായതെന്ന് ട്രെയിൻ യാത്രക്കിടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുതെന്നുള്ള ആവശ്യം കഴിഞ്ഞ 15 വർഷമായി താൻ ഉന്നയിക്കുന്നുണ്ടെന്നും സുമതി പറഞ്ഞു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിന് പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റുന്നില്ല. അപ്പം ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. ഏകദേശം സൗമ്യ കേസിന് സമാനമായിട്ടുള്ളൊരു ആക്രമണം എന്ന രീതിയിലുള്ള കഥകളാണ് പരന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴിയിൽ അയാൾ പറയുന്നത്, അയാളുടെ കുറ്റസമ്മത മൊഴി അങ്ങനെ ഒരു അതിക്രമമല്ല ഉദ്ദേശിച്ചത്. ഈ പെൺകുട്ടി വഴിതടസ്സമായി നിന്നപ്പോൾ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയതാണെന്നാണ്. ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ ഈ മൊഴിയിൽ? കാരണം ഈ പ്രതി പലതവണയായി ഇന്നലെ മുതൽ പലതവണ മൊഴി മാറ്റുന്നുണ്ട്.
യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഡാൻ? ടോം, ഇതിലൊരു ലൈംഗിക അതിക്രമമല്ല ഉണ്ടായിരിക്കുന്നത്. അത് ഏറെക്കുറെ RPF ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സംഭവം അല്ല ഇത്. ഇതൊരു തർക്കം ഉടലെടുക്കുകയും ആ തർക്കത്തിനൊടുവിൽ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമായിരുന്നു. ആ തർക്കത്തിനൊടുവിൽ പെട്ടെന്ന് ഈ സുരേഷ് കുമാർ പ്രകോപിതനാകുന്നു. അങ്ങനെ പ്രകോപിതനായി ഈ പെൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ രണ്ടുപേരെയും ഒരേപോലെ ചവിട്ടി പുറത്തേക്ക് ഇടുക എന്ന ഒരു തരത്തിലേക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അങ്ങനെയാണ് ശക്തമായി പുറത്തേക്ക് ചവിട്ടുന്നത്. അങ്ങനെ ആദ്യ ചവിട്ടേറ്റ് ഈ 19 വയസ്സുകാരിയായ സോന പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അതേപോലെ തന്നെ അർച്ചന എന്ന ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും ചവിട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ വളരെ സാഹസികമായി അപ്പുറത്തേക്ക് മാറി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ ഈ രണ്ടുപേരും ഒരുപോലെ പുറത്തേക്ക് തെറിച്ചു വീഴുമായിരുന്നു. ആ ഉദ്ദേശത്തോടെ തന്നെയാണ് അയാൾ ചവിട്ടിയതെന്ന് അയാൾ തന്നെ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് നയിച്ച സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ്. ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കമാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇന്നലെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ച RPF ഉദ്യോഗസ്ഥരോടും സഹയാത്രികരോടുമൊക്കെ ഇയാൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇന്ന് നേരം പുലർന്ന ശേഷം വീണ്ടും ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ കുറ്റം സമ്മതിക്കുകയും വധശ്രമത്തിന് 109 BNS ഭാരതീയ ന്യായ സംഹിതയിലെ 109 വകുപ്പ് ചുമത്തിക്കൊണ്ട് ഗുരുതരമായ ചില പരാമർശങ്ങളോടെ, അതായത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു, ചവിട്ടിയിടുകയായിരുന്നു എന്ന കൃത്യമായ പരാമർശത്തോടെ ഈ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ CJM കോടതിയിൽ പ്രതി ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പെൺകുട്ടിയുടെ സോനയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? കാരണം അത്ഭുതകരമായിട്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതായത് സോനയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ആന്തരിക രക്തസ്രാവമായിരുന്നു ഇവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. കാരണം തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു. അതോടൊപ്പം അടിവയറിനും ഇത്തരത്തിൽ ഈ പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ വേഗതയിലാണ് താഴേക്ക് എന്ന് പതിച്ചത്. ആ വീഴ്ചയിൽ തലയ്ക്കും അടിവയറിനുമാണ് കാര്യമായ ക്ഷതമേറ്റത്. അങ്ങനെയാണത് ഇന്റേണൽ ബ്ലീഡിംഗിലേക്ക് നയിച്ചത്. അങ്ങനെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് അബോധാവസ്ഥയിലായ ഈ 19 വയസ്സുകാരിയെ പെട്ടെന്ന് തന്നെ ഇന്നലെ വെന്റിലേറ്ററിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്ന് രാവിലെയോടെ അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന വിവരങ്ങളാണ് രാവിലെ നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ആശുപത്രി അധികൃതർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കാര്യം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ നില, ആരോഗ്യനില തൃപ്തികരമാണ് നിലവിൽ എന്ന സൂചനകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നു. അവര് ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അതിനിടെ ഈ പോലീസിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ക്രൈം പാറ്റേൺ നോക്കി ട്രെയിനുകളിൽ സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിക്കാറുണ്ട്. കേരള എക്സ്പ്രസിൽ പോലീസിന്റെ, അതായത് സുരക്ഷയ്ക്കായി പോലീസുകാർ ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അധികൃതർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അതായത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനാണ് കേരള എക്സ്പ്രസ്. അങ്ങനെ വരുമ്പോൾ വർക്കല കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. മാത്രമല്ല രാത്രി സമയമാണ്. ഇന്നലെ പറഞ്ഞതിനേക്കാൾ അല്പം വൈകിയാണ് ഈ ട്രെയിൻ അതുവഴി കടന്നു വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ, അതായത് ട്രെയിനിന്റെ ഏറ്റവും പിൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റ് യാത്രക്കാർക്കൊപ്പമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളും ഇരുന്നിരുന്നത്. നമുക്കറിയാം, ജനറൽ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ സാധാരണയായി തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കമ്പാർട്ട്മെന്റാണ്. അവിടെയാണ് വളരെ അപ്രതീക്ഷിതമായി ഈ സുരേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുകയും ആ പ്രകോപനം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ചവിട്ടി തള്ളി പുറത്തേക്ക് തള്ളിയിടുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, രണ്ടുപേർ ഒരുപോലെ വീഴാമെന്നായിരുന്ന ഒരു സാഹചര്യമാണ്. അതിന് വളരെ അത്ഭുതകരമായി രണ്ടാമത്തെ പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു. മാത്രമല്ല, ഈ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടത്താനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ, RPF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. വന്നു പോകുന്നതിനപ്പുറത്തേക്ക്
ഈ സ്ലീപ്പർ കോച്ചുകൾ, അതായത് അന്ന് ഈ രാത്രി കിടന്ന് വിശ്രമിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്തോ അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റുകളിലൂടെ ആയിരിക്കും സാധാരണയായി പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരൊക്കെ എത്തുക. അതിനപ്പുറത്തേക്ക് ഈ സ്ലീപ്പർ കോച്ചിൽ നിന്ന് മാറി ജനറൽ കമ്പാർട്ട്മെന്റിൽ സജീവമായി ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകാറില്ല. പരമാവധി ആളുകൾ തിങ്ങി നിറഞ്ഞ് പുറത്തേക്ക് കൂടി ഈ സ്റ്റെപ്പിൽ കൂടി നിൽക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അങ്ങനെ ഫുട്ബോർഡിൽ അല്ലെങ്കിൽ ഈ ട്രെയിനിന്റെ സ്റ്റെപ്പുകളിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് സാധാരണയായി അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് എന്നതാണ് വസ്തുത. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി കാണാതിരിക്കാൻ കഴിയില്ല. ഓരോ ട്രെയിനിലെയും എല്ലാ ബോഗികളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം, അല്ലെങ്കിൽ അവരെ വിനിയോഗിക്കണം എന്നൊക്കെ ആവശ്യം പല സംഘടനകൾ പലപ്പോഴായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശോധന ശക്തമാക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ മദ്യപാനികളായ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൽ നടപടി ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൽ പ്രായോഗികമായി ഏത് തരത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം വലിയൊരു ചോദ്യം തന്നെയായി ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്നതാണ് വസ്തുത. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം പലപ്പോഴും ഈ മദ്യപാനികളായ യാത്രക്കാർ സഹയാത്രക്കാരെ ശല്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ അത്ഭുതകരമായിട്ടാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഡാൻ, ഇവിടെ ഈ പ്രതി സുരേഷ് കുമാറിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും ഇതിനു മുൻപ് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ? സ്ഥിരം മദ്യപാനിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ മറ്റ് സ്ത്രീകളെ ഇതുവരെ ഉപദ്രവിച്ച ഒരു പ്രവണത ഇതുവരെയും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ പോലീസ് ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ ഡാൻ? തീർച്ചയായിട്ടും ആ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്ന ഇയാൾ സ്ഥിരം മദ്യപാനി ആയിരുന്നു എന്ന കാര്യം അയാളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ ഉറപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചില അക്രമവാസനകൾ കാണിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പുറത്തേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ഭീഷണിയാകുന്ന തരത്തിലുള്ള പെരുമാറ്റം സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ സ്ഥിരം മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം ഏറെക്കുറെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ഈ സുരേഷ് കുമാറിന്റെ ബന്ധുക്കളടക്കം അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്, അങ്ങനെ വിവരം നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനു മുമ്പ് സമാനമായ ഏതെങ്കിലും മറ്റ് കുറ്റകൃത്യങ്ങൾ ഇയാൾ ഏർപ്പെട്ടിട്ടുള്ളതായുള്ള വിവരങ്ങളൊന്നും ഇതുവരെ RPF-ന് ലഭിച്ചിട്ടില്ല. വിശദമായി തന്നെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. വിമാനത്താവളത്തിന് സമീപം കഴിഞ്ഞ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും ആൺസുഹൃത്തും കാറിൽ ഇരിക്കുമ്പോഴാണ് 3 അംഗ സംഘം ആക്രമിക്കുന്നത്. ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധാബിച്ചു ചേരുന്നുണ്ട്. അജയ്, ഇതേറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് മലയാളികളടക്കം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോയമ്പത്തൂരിലൊരു കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഈ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തത്. ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതിന് പിന്നിൽ? ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഡോം, ഇന്നലെ രാത്രി 11 മണിക്കാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. അതും വളരെയധികം സുരക്ഷയുള്ള കോയമ്പത്തൂർ എയർപോർട്ടിന് സമീപത്ത് വെച്ചാണ് ഇത്തരമൊരു സംഭവം നടന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ലജ്ജിക്കേണ്ട ഒരു വിഷയം. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തും കൂടി കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടേക്കാണ് 3 അംഗ അക്രമി സംഘം എത്തി ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ പെൺകുട്ടി ഒരു MBA വിദ്യാർത്ഥിയാണ്, 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഈ ആൺസുഹൃത്തുമായി കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 അംഗ സംഘം ഈ ഒരു ബൈക്കിൽ ഇവിടേക്ക് എത്തുകയും അതിനുശേഷം ഈ ആൺസുഹൃത്തിനെ ആദ്യം മർദ്ദിച്ച് അവശനാക്കുകയുമായിരുന്നു. തുടർന്ന് ഇവർ ഒരു അരിവാൾ കൊണ്ട് ഈ ആൺസുഹൃത്തിനെ വെട്ടിയതായിട്ടും വിവരമുണ്ട്. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ എത്തിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത് ഇവർ ഉടൻ തന്നെ കടന്നു കളയുകയായിരുന്നു. ഈ ആൺസുഹൃത്ത് തൻ്റെ ബോധം മറയുന്നതിന് മുൻപായി
യുവാവാണ് പോലീസിനെ ഫോൺ ചെയ്ത് വിവരമറിയിക്കുന്നത്. അതിനുശേഷം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ യുവാവ് ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടിക്ക് വേണ്ടി പിന്നീട് പോലീസ് ഈ പ്രദേശത്താകെ തെരച്ചിൽ നടത്തി. പെൺകുട്ടിയെ പിന്നീട് ലഭിച്ചത് ഇവിടെ നിന്ന് ഈ കോയമ്പത്തൂർ എയർപോർട്ടിന് സമീപത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്വകാര്യ കോളേജിൻ്റെ പറമ്പിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ലഭിച്ചത്. പെൺകുട്ടി പൂർണ്ണ നഗ്നയായിട്ടായിരുന്നു പോലീസിന് ലഭിച്ചത്. നിലവിൽ ഈ പെൺകുട്ടിയെ ചികിത്സയ്ക്കായി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കുകളും അദ്ദേഹത്തുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും. ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? 3 അംഗ സംഘമാണ് ഈ പെൺകുട്ടിയെ, കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഈ അക്രമത്തിന് ശേഷം, സംഭവത്തിന് ശേഷം എവിടേക്കാണ് കടന്നു കളഞ്ഞത്, ഒളിവിൽ പോയതെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ടോം, ഇത് സംബന്ധിച്ച് പോലീസിനൊരു വിവരം ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മോഷണം പോയ ഒരു വാഹനമാണ്. മോഷണം പോയ ഒരു സ്കൂട്ടറാണ് ഈ പ്രതികൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതികൾ ഇവിടേക്ക് എത്തി ഇവരെ ആക്രമിക്കുന്നത്. അതിനുശേഷം പ്രതികൾ ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ഉപേക്ഷിച്ചതിന് ശേഷം പ്രതികൾ ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ സംബന്ധിച്ച് നിലവിൽ പോലീസിന് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇവരാരാണ്, എവിടെ നിന്ന് വന്നു, എന്താണ് ഇവരുടെ ശരിക്കുള്ള ഉദ്ദേശം, ഇവരെ ഇപ്പോൾ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് കണ്ട് ആക്രമിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂർവ്വവൈരാഗ്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ചികിത്സയിൽ കഴിയുന്ന ഈ ആൺസുഹൃത്തും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ഇവരെ ഇനി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ പോലീസിന് ലഭ്യമാകുകയുള്ളൂ. നിലവിൽ പ്രതികൾക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഒരു വ്യാപക തെരച്ചിലാണ് പോലീസ് നടത്തുന്നത്. 7 വ്യത്യസ്ത തെരച്ചിൽ സംഘങ്ങളെ ഈ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടത്താനായി പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. അജയ്, കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപമെന്ന് പറയുമ്പോൾ നഗരമേഖലയാണ്. ഇവിടെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ പോലീസിന്റെ പരിശോധനയൊന്നും രാത്രി സമയങ്ങളിൽ ഇല്ലാത്ത പ്രദേശമാണോ? ഇതിനു മുൻപ് സമാനമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉയർന്നിട്ടുണ്ടോ? പോലീസ് എന്താണ് ഇവിടെ സംഭവിച്ചത്? കാരണം അങ്ങനെ ഒരു ഈ രാത്രിയിൽ 11 മണിയോട് കൂടി സംഭവം ഉണ്ടാകുന്നു. പുലർച്ചെ 4 മണിക്കാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലും കഴിഞ്ഞത്. അവിടെ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അജയ്? തീർച്ചയായിട്ടും. ഇപ്പോൾ വിമാനത്താവളം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം അതീവ സുരക്ഷാ മേഖലയാണ്. പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സേനകളുടെയും എല്ലാം 24 മണിക്കൂർ തെരച്ചിലും അതുപോലെ തന്നെ നിരീക്ഷണവുമുള്ള സ്ഥലമാണ്. നിരവധി CCTV ക്യാമറകൾ ഉൾപ്പെടെ ഉണ്ടാകേണ്ട സ്ഥലമാണ്. എന്നാൽ നിലവിൽ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അവരുടെ മൂക്കിൻ തുമ്പിൽ നിന്നാണ് ഈ ഒരു അക്രമ സംഭവം അത് അരങ്ങേറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ ലജ്ജയിൽ ആഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ സംഭവത്തെപ്പറ്റി ഒരുപാട് വിമർശനവും വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. BJP നേതാവായിട്ടുള്ള അണ്ണാമലൈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണ് ഈ നടന്നത്. DMK സർക്കാരിന് കീഴിൽ തമിഴ്നാട്ടിലുള്ള സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇനി സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ നടന്നാൽ അതിൻ്റെ കുറ്റവാളികളെ പിടിച്ചാൽ തന്നെ സർക്കാർ തലത്തിലെ മന്ത്രിമാർ മുതൽ കീഴറ്റം വരെയുള്ള ഉദ്യോഗസ്ഥർ പോലും ഇവരെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന MK സ്റ്റാലിനാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇനി സമീപ ദിവസങ്ങളിൽ മറ്റ് പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് പ്രമുഖ നേതാക്കളും ഉൾപ്പെടെ വിഷയത്തിൽ ഈ DMK സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാകുക ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന MK സ്റ്റാലിൻ തന്നെയാണ്. പോലീസിൻ്റെ ഉത്തരവാദിത്തം, അവരുടെ ഒരു സുരക്ഷാ വീഴ്ച, ഇത് സംബന്ധിച്ചെല്ലാം കൂടുതൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. നിലവിൽ 7 വ്യത്യസ്ത പോലീസ് സംഘങ്ങളാണ് കേസിൽ അന്വേഷണം നടത്തി വരുന്നത്. പ്രതികളെ സംബന്ധിച്ച് ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നതും പോലീസിനെ സംബന്ധിച്ച് ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന വ്യാപകമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും കോയമ്പത്തൂർ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം വ്യാപകമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ 3 അംഗ സംഘം ഇവരെ ആക്രമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇത്രയധികം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോൾ 12 മണിക്കൂറുകൾ കഴിഞ്ഞു, എന്നിട്ടും അവരെ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് വളരെയധികം ഒരു ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ.
യെസ്, അതാണ് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. കോയമ്പത്തൂർ നഗരത്തിലാണ് 19-കാരിക്ക് നേരെ, കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ഈ ആൺസുഹൃത്തിനൊപ്പം കാറിലിരിക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. കേസിൽ 3-അംഗ സംഘത്തിന് വേണ്ടി പോലീസിന്റെ തിരച്ചിൽ ഊർജിതമാണ്. മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്ന് വിനോദസഞ്ചാരിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. മുംബൈ സ്വദേശിനി ജാൻവിയാണ് ദുരനുഭവം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. ഊബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. So today morning we were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. Not available. Not allowed. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us, that you have to go with the union taxi. Everybody kept throwing the same sentence to us. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. പ്രിൻസ്, കഴിഞ്ഞ ദിവസമാണ് മുംബൈ സ്വദേശിനി ജാൻവി മൂന്നാറിലെത്തിയത്. അവിടെ വെച്ച് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തും ദുരനുഭവം ഉണ്ടായെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഊബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്ന് പറയുന്നു. അതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? എന്താണ് മനസ്സിലാക്കുന്നത്? ടോം, കഴിഞ്ഞ 30-നാണ് ഈ ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടതായി യുവതി പറയുന്നത്. തിരിച്ച് മുംബൈയിലെത്തിയ ശേഷമായിരുന്നു യുവതി വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത്. എന്തായാലും ഈ സമാനമായ അവസ്ഥ മൂന്നാം മേഖലയിൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ സഞ്ചാരികളായി എത്തിയവരും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മൂന്നാർ മേഖലയിലേക്ക് ടാക്സി ഡ്രൈവർമാർ യൂണിയൻ പ്രവർത്തകർ സമാനമായ അവസ്ഥ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓൺലൈൻ ടാക്സികൾ, ഊബർ, ഓല പോലെയുള്ള ടാക്സികൾ ഇവിടേക്ക് വരുന്നതിന് തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതവണ ഇവർ സമര രംഗത്ത് എത്തിയിരുന്നു. കാരണം ഇവരുടെ തൊഴിൽ മേഖലയെ ഇത് ബാധിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാരെ ഈ ഓൺലൈൻ ടാക്സികളെ വഴി തടയുന്ന അവസ്ഥയ്ക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് നിലവിലും കഴിഞ്ഞ ദിവസം യുവതിക്കും ഉണ്ടായത്. കേരള സന്ദർശനമായ യുവതി കൊച്ചിയും ആലപ്പുഴയും ഒക്കെ സന്ദർശിച്ച ശേഷമാണ് മൂന്നാറിലേക്ക് എത്തിയത്. ഈ നമ്മുടെ നാടിന്റെ മനോഹാരിതയും ഒപ്പം ആളുകളുടെ സൗമ്യമായ ഇടപെടലും ഒക്കെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ യുവതി സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ മൂന്നാറിലേക്ക് എത്തുന്നു. മൂന്നാറിലെത്തി ഇത്തരത്തിൽ 30-ാം തീയതി തിരികെ മടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത്. മൂന്നാറിലെത്തിയ ഉടനെ തന്നെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ തന്നെ ഇവരോട് ഈ ഓപ്പറേറ്റർ അടക്കമുള്ളവർ പറയുന്നു, തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ടാക്സികൾ ആശ്രയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വഴി ടാക്സി വാഹനങ്ങളെ, ഓൺലൈൻ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ടാക്സി ഡ്രൈവർമാർ യൂണിയൻ പ്രവർത്തകർ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രദേശത്തേക്ക് ഈ ഓൺലൈൻ വാഹനങ്ങളെ എത്തിച്ച് അവിടെ എത്തി വാഹനത്തിൽ കയറിപ്പോണം എന്നാണ് ഇവരോട് പറഞ്ഞത്. അങ്ങനെ ആ ഒരു തരത്തിലാണ് ഇവർ ചെയ്തത്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ക്യാബ് വന്നപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണ് ഈ ടാക്സി ഡ്രൈവർമാർ, യൂണിയൻ പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഇവരുമായി ബഹളം വെക്കുകയും ചെയ്തത്. ഈ വാഹനം ഓടിച്ചിരുന്ന ആളുമായി ബഹളം വെക്കുകയും വലിയ തോതിലുള്ള ആക്രോശമൊക്കെ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇവർ പോലീസിനെ വിളിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള സപ്പോർട്ടും ഈ സഞ്ചാരികൾക്ക് ലഭിച്ചില്ല. സഞ്ചാരികളുടെ വിവരങ്ങൾ തിരക്കാൻ ഇവർ തയ്യാറായില്ല. എത്തിയ ഉടൻ തന്നെ യൂണിയൻ പ്രവർത്തകരുമായി മാത്രമാണ് സംസാരിച്ചതെന്ന് യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെയും വിവരം അറിയിച്ചിട്ടും യൂണിയൻ പ്രവർത്തകരെ ആശ്രയിക്കാനായിരുന്നു അറിയിച്ചതെന്നും ഇവ പറയുന്നുണ്ട്. എന്തായാലും ഈ യുവതി വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ സഞ്ചാരി നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ മൂന്നാറില്
സമാനമായ രീതിയിൽ ടാക്സി ഡ്രൈവർമാരുടെ ഗുണ്ടായസം കാണാറുണ്ട്. നിരവധി വിനോദസഞ്ചാരികളെ മർദ്ദിച്ച സംഭവങ്ങൾ, സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ ഈ പോലീസിൻ്റെ ഒരു കർശനമായ നടപടി ഉണ്ടാകാത്തതാണോ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണം? പ്രിൻസ് ടോം, മൂന്നാറിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. നിരവധി തവണ ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ എറണാകുളം സ്വദേശിയായ കുടുംബത്തിന് ഇത്തരത്തിലൊരു സാഹചര്യം അനുഭവം ഉണ്ടായിരുന്നു. മൂന്നാറിലേക്ക് എത്തിയ ഇവർ റൂം അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരം സംഭവം ഉണ്ടായത്. ഇതിവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ആവശ്യത്തിനായി സഞ്ചാരികൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാലും പോലീസും എല്ലാ സമയവും ഈ യൂണിയൻ പ്രവർത്തകരുടെ ഭാഗം മാത്രം കേൾക്കുകയും അവർ പറയുന്നത് അനുസരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഈ യുവതി ചൂണ്ടിക്കാട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. തങ്ങളുമായി വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ തങ്ങളോട് ആക്രോശിച്ച് തട്ടിക്കേറിയ കുറച്ച് പേരുടെ കൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാളുടെ കൂടെ പിന്നീട് തുടർന്ന് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും സ്ത്രീയായ ഒരു സഞ്ചാരിക്ക്, ഒരു പെൺകുട്ടിക്ക് ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ അവരെ വിനോദസഞ്ചാരത്തിന് എത്തിയ ശേഷം അവരുടെ ബഹളം വെച്ച ഒരാളുടെ കൂട്ടത്തിൽ എത്രമാത്രം അനിശ്ചിതമാണ് അവരുടെ യാത്ര എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ടാക്സികൾ ആശ്രയിക്കുമ്പോൾ അവർക്ക് അവരുടെ വിവരങ്ങളെല്ലാം അവരുടെ പ്രിയപ്പെട്ടവരുമായ ബന്ധുക്കളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കും. എന്നാൽ ടാക്സി ഇപ്പോഴത്തെ യൂണിയൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവരുമായി ബഹളം വെച്ചവർ അവരുടെ വാഹനത്തിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് സുരക്ഷിതമില്ല എന്നുള്ളൊരു അവസ്ഥ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് ഈ യുവതി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും വലിയ വിഷയം. അത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ടും പോലീസ് ഇവരുടെ ഭാഗം കേൾക്കാനോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാഹനത്തിൽ പോകുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യവും കേൾക്കാതെ ഈ യൂണിയൻകാരുടെ വാഹനത്തിൽ പോകാൻ നിർബന്ധിക്കുകയായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ട് സഞ്ചാരികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലാണ് വിനോദസഞ്ചാരിയായ യുവതിക്ക് നേരെ ടാക്സി ഡ്രൈവർമാരുടെ ഭീഷണി ഉണ്ടായത്. ഈ വിവരം പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തു വന്നത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് ഓങ്ങല്ലൂർ കാരക്കാട് വൻ തീപിടുത്തം, വീടുകളിലേക്കും തീ പടർന്നു. ഓങ്ങല്ലൂർ കാരക്കാട് കടപ്പറമ്പത്ത് കാവിന് സമീപത്തുള്ള സ്ക്രാപ്പ് ഗോഡൌണിലാണ് ഉച്ചയ്ക്ക് ശേഷം തീപിടുത്തമുണ്ടായത്. നിമിഷ നേരം കൊണ്ട് തീ നിയന്ത്രണാതീതമായി പടരുകയായിരുന്നു. പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി എം വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന്. വിഷ്ണു, വലിയൊരു തീപിടുത്തമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള തീപിടുത്തമെന്നാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടോ? ടോം, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശത്തെ സ്ക്രാപ്പ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. നിമിഷദിനം കൊണ്ട് വലിയൊരു അഗ്നിക്കിരയായി മാറുകയായിരുന്നു സ്ക്രാപ്പ് ഗോഡൌൺ. ഈ ഫ്രിഡ്ജുകളും മറ്റ് സാധനങ്ങളും പൊളിക്കുന്ന ഒരു ഇടമാണിത്. അവിടെ ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വസ്തുക്കൾ മുറിച്ചു മാറ്റുന്നതിനിടയിൽ തീ പടർന്നതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് വിവരമറിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും തീ നിയന്ത്രണാതീതമായി ആളിപ്പടർന്നതോടെ ആശങ്കയ്ക്കിടയാക്കി. ജനവാസ മേഖലയിൽ നടുക്കാണ് ഈ സ്ക്രാപ്പ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയൊരു ഭീതി ഉളവാക്കിയിരുന്നു. സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു. പല വീടുകളുടെയും മേൽക്കൂരയും ഷീറ്റും ഒക്കെ തീ പിടിച്ച് തകർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ആളുകൾ പ്രദേശത്തെ ക്വാർട്ടേഴ്സുകളിലെയും വീടുകളിലെയും ഒക്കെ ആളുകളെ ഒഴിപ്പിച്ചു. തുടർന്ന് വിവരമറിച്ചതിനെ തുടർന്ന് വളാഞ്ചേരി, ഷൊർണൂർ, പട്ടാമ്പി എന്നിവിടെ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സുകൾ ആദ്യമെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും വീണ്ടും തീ ആളിപ്പടർന്നു. തുടർന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി എത്തി. നിലവിലെ ഫയർഫോഴ്സുകൾ വീണ്ടും വെള്ളം നിറച്ച് വന്ന് തീ അണയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. എങ്കിൽ കൂടി പൂർണ്ണമായും തീ അണച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ടോം, എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ വിഷ്ണു? കാരണം ഈ ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. നിയമപരമായിട്ടാണോ ഈ ഗോഡൌണിന്റെ, ഈ സ്ക്രാപ്പ് ഗോഡൌണിന്റെ പ്രവർത്തനം നടന്നിരുന്നത്?
ടോം, സ്ക്രാപ്പ് ഗോഡൌണിന്റെ പ്രവർത്തന ലൈസൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നതുള്ളൂ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്ക്രാപ്പ് ആക്രി സാധനങ്ങളുടെ ശേഖരണ സ്ഥലം കൂടിയാണ് പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി ഗോഡൌണുകളാണുള്ളത്. ഓരോ വീട്ടുമുറ്റത്തടക്കം സ്ക്രാപ്പ് ഗോഡൌൺ പ്രവർത്തിക്കുന്ന ഒരു നാടായിട്ടാണ് പാലക്കാട് അറിയപ്പെടുന്നത്. ഇവിടെ തീപിടുത്തമുണ്ടായി ആശങ്കയ്ക്കിടയില്ല. എങ്കിൽ കൂടി പോലീസും റവന്യൂ വകുപ്പ് അധികൃതരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. നിലവിൽ അറിയാൻ കഴിയുന്നത് പ്രദേശവാസിയായ ഷംസുവിന്റെ ഉടമസ്ഥലുള്ള സ്ക്രാപ്പ് ഗോഡൌൺ ആണ് ഇതെന്ന് അറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. എം വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് സ്ക്രാപ്പ് ഗോഡൌണിന് തീപിടുത്തമുണ്ടായത്. സമീപത്തുള്ള വീടുകളിലേക്കും തീ പടർന്ന് ആശങ്ക വരുത്തിയെങ്കിലും ആ വീട്ടിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. തീ ഒരു പരിധിവരെയും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് ജോലി ചെയ്തതിൻ്റെ കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ വയോധികനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. പരവൂർ പുത്തൻകുള സ്വദേശി 61 വയസ്സുള്ള വിജയനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പുത്തൻകുള സ്വദേശി 42-കാരൻ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിർമ്മാണ തൊഴിലാളിയായ ഇരുവരും തമ്മിലുണ്ടായ തർക്കമായിരുന്നു കൊലപാതകത്തിന് കാരണം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ ജോലി ചെയ്തതിൻ്റെ കൂലിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ അരുംകൊലയ്ക്ക് കാരണം. എന്താണ് സംഭവിച്ചത്? ടോം, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇരുവരും സുഹൃത്തുക്കളാണ്. അതിലുപരി ഒരുമിച്ച് ജോലി ചെയ്തു വന്നവരാണ്. ഒരു കോൺട്രാക്ടറുടെ കീഴിലാണ് ഇരുവരും ജോലി ചെയ്തു വന്നത്. നിർമ്മാണ തൊഴിലാളികളാണ് ഇരുവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇവർക്ക് ജോലിയില്ലായിരുന്നു. അപ്പോൾ ജോലിയില്ലായിരുന്നപ്പോൾ ഇതിൽ ഒരാൾ, ഈ രതീഷ് എന്ന ആൾ, അമിതമായി മദ്യപിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മദ്യപാനത്തെ തുടർന്നാണ് ഈ വിജയനെ തിരക്കി ഇയാൾ എത്തിയത്. ഈ പരവൂരുള്ള ഒരു കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ഈ വിജയൻ. അപ്പോൾ തന്നെ അവിടെ എത്തുകയും മുൻപ് ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കം, അതായത് ഈ ജോലിയിൽ കൂലി നൽകുന്നത്, ഇരുവരും കൂലി വീതിച്ചെടുക്കുന്നതുമായി തമ്മിലുള്ള ഒരു തർക്കമുണ്ടായിരുന്നു. ഈ തർക്കം അവിടെ സംസാരിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള ഒരു വിരോധത്തിലേക്കും തുടർന്നുള്ള ഒരു അക്രമത്തിലേക്കും വഴിവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേട്ടോ, അപ്പോൾ രതീഷ് അതിക്രൂരമായിട്ട് വിജയനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ അവശനായ വിജയൻ ബോധരഹിതനായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രതീഷ് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. നാട്ടുകാരിടപെട്ടിട്ടാണ് പിന്നെ വിജയനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത്. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും രതീഷിനെ പിടികൂടുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുമിത്രാദികളും മൃതശരീരം വിട്ടു നൽകിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കേട്ടോ, ഈ രതീഷ്, ഈ കൊലക്കേസിൽ പ്രതിയായ രതീഷ് ഇതിന് മുൻപ് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഇങ്ങനൊരു നിസ്സാര കാരണത്തിൻ്റെ പേരിൽ സുഹൃത്തിനെ, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയൊരു സാഹചര്യം ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇതിനു മുൻപ് മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഇരുവരും തമ്മിലുണ്ടായിരുന്നോ? ടോം, ഇരുവരും ഒരുമിച്ചായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ ജോലിയിൽ ഇവർക്ക് ഒരുപോലെയാണ് കൂലി നൽകുന്നത്, ഒന്നിച്ച് കൂലി നൽകുകയും ചെയ്തു. ഇതിൽ നിന്നാണ് ഇവർ വീതിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കൂലി വീതിച്ചെടുക്കുന്നതുമായിട്ട് ഉള്ള ചില തർക്കങ്ങൾ മുൻപേ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഒരു വിരോധമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർക്ക് ഞാൻ സൂചിപ്പിച്ചു ജോലിയില്ലായിരുന്നു, ഞായറാഴ്ച ദിവസമായതുകൊണ്ട്. ഇതിൽ വിജയൻ വിശ്രമിക്കുന്ന ഒരു കടയിൽ ഇരുന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഈ രതീഷ് അവിടെ എത്തുന്നത്. അങ്ങനെ ആണ് ഇവർ തമ്മിൽ മുൻപുണ്ടായ ഈ ഒരു കൂലിപ്പിണക്കത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം എന്ന് തന്നെ പറയാം. അതാണ് ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത്. പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് രതീഷിനെതിരെ മുൻപ് മറ്റ് കേസുകളൊന്നും തന്നെയില്ല, ക്രിമിനൽ പശ്ചാത്തലമൊന്നും തന്നെയില്ല. ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കം ആണ് ഈ ഒരു വലിയ അക്രമത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അത്രത്തോളം മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇയാൾ ഒരു 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളാണ് ഈ വിജയൻ. അപ്പോൾ അയാൾ ബോധരഹിതനായി കിടന്നു. അങ്ങനെ ആണ് ഇവിടെ നിന്നും ഈ രതീഷ് ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം മർദ്ദിച്ചു. സ്വന്തം സുഹൃത്താണ്. പക്ഷേ ആ സമയത്ത് നാട്ടുകാരോടൊപ്പം ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആ സമയത്തൊരു മനസ്സിനൊരു മാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇയാൾ മർദ്ദനത്തിന് ഇരയാക്കിയതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അതാണ്
നാട്ടുകാരെ അപ്പോൾ നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസിന് വിവരം അറിയിക്കുകയും ആംബുലൻസിലാണ് എത്തിച്ചത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. അത്രത്തോളം മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസിന് വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്തുനിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിൽ കാട് പിടിച്ച സ്ഥലത്ത് അസ്ഥികൂടം. എന്താണ് സംഭവത്തിന് പിന്നിൽ? വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ കാട് പിടിച്ച സ്ഥലത്ത് അസ്ഥികൂടം കണ്ടെത്തി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം കാട് പിടിച്ച സ്ഥലത്താണ് ദ്രവിച്ച നിലയിലുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. മുണ്ടും ഷർട്ടും ധരിച്ച നിലയിൽ പുരുഷൻ്റെതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. ചേർത്തലയുമായി ബന്ധപ്പെട്ട് നിരവധി തിരോധാന കേസുകൾ നിലനിൽക്കുന്നതിനാൽ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് സംഭവത്തെ കാണുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചേർത്തലയുമായി ബന്ധപ്പെട്ട് നിരവധി തിരോധാന കേസുകളുണ്ട്. അതൊക്കെ സ്ത്രീകളെ കാണാതായ കേസുകളാണ്. പക്ഷെ ഇവിടെ പുരുഷൻ്റെതെന്ന് കരുതുന്ന ഒരു അസ്ഥികൂടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ സംഭവത്തിന് പിന്നിലൊരു കൊലപാതക സാധ്യതയാണോ പോലീസ് കാണുന്നത്? ടോമ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തലയിൽ നിരവധി തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുന്ന ചേർത്തലയിലാണ് ഇങ്ങനെ ഒരു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ തന്നെ ഈ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കാട് പിടിച്ച ഭാഗത്താണ് ഇന്ന് രാവിലെ ഒരു ലോറി ഡ്രൈവർ ഇത്തരത്തിലൊരു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത്. അത് ഒരാൾ കിടക്കുന്ന രീതിയിലുള്ള ജീർണിച്ച അവശിഷ്ടമായിരുന്നു. അസ്ഥികൂടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരീരത്തിൽ വസ്ത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഷർട്ടും ഒപ്പം തന്നെ മുണ്ടുമാണ് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു സൂചന. ഇനി അത് ആരുടേതാണ്, പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്നൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ നമുക്ക് ആധികാരികമായി പറയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണം. കാരണം മുഖത്തിന്റെ ഭാഗമൊക്കെ തന്നെയും ഈ അസ്ഥികൂടമായി അതിൽ തന്നെ താടിയിലൊക്കെ വേർപെട്ടിട്ടുണ്ട്. കൈകാലുകളൊക്കെ പല സ്ഥലങ്ങളിലായി അസ്ഥികൾ മാറിയിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു മാലിന്യമൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഇത്തരത്തിൽ ഒരു ശരീരം അവിടെ കിടന്ന് ജീർണിച്ച നിലയിലുള്ള ഒരു ഇതാണ് നിലവിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോയി എന്നടക്കമുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ നിരന്തരം മാലിന്യം കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദുർഗന്ധം വന്നപ്പോൾ മറ്റെന്തെങ്കിലും ആയി കാണുമോ എന്ന് ചിന്തിക്കുന്നു. ഇനി ഇതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതായുണ്ട്. അത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അതൊരു വസ്ത്രമൊക്കെ വെച്ചിട്ടാണ് ഒരു പുരുഷന്റേതാണോ എന്നുള്ള രീതിയിൽ കരുതുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഒരു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ നമുക്കിപ്പോൾ ആധികാരികമായി പറയാൻ കഴിയാത്ത രീതിയിൽ, തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അസ്ഥിപഞ്ജരം മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ചേർത്തല പോലീസ് ഈ ലോറി ഡ്രൈവർ എത്ര നാളത്തെ പഴക്കം, ഈ അസ്ഥികൂടത്തിന് എത്ര നാളത്തെ പഴക്കമുണ്ട്? ഈ മരണം അത് കൊലപാതകമല്ല, അതല്ലെങ്കിൽ ആത്മഹത്യ എന്തോ ആകട്ടെ, എത്ര നാൾ മുൻപാണ് ഈ സംഭവം ഉണ്ടായതെന്ന് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായോ? ഇത് ഇപ്പൊ സീൻ മാർക്ക് ചെയ്ത സ്ഥലം മാർക്ക് ചെയ്ത് പോലീസ് ഇട്ടിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ അത് പഴക്കമൊന്നും നിർണ്ണയിക്കാൻ നമ്മൾ പ്രാഥമികമായി പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തത്തിൽ അഴുകിയൊരു അവസ്ഥയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്ര പഴക്കമുള്ളതാണ് എന്ന് ഇപ്പോൾ നിലവിൽ അത് പറയാൻ കഴിയില്ല. കാരണം അത് സയന്റിഫിക് പരിശോധനകൾ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ശരീരത്തിൽ ഉണ്ടായിരുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ മുഴുവനായി, അതായത് മാംസഭാഗം മുഴുവനായി വേർപെട്ട് അത് പോയിട്ടുണ്ട്. അത് അല്പം പോലും മറ്റ് ഇതൊന്നുമില്ല. ആ ബോൺസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് വെച്ചിട്ടുള്ള സയന്റിഫിക് പരിശോധനകളും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അത് എത്രമാത്രം ഈ രീതിയിൽ ഉള്ള അല്ലെങ്കിൽ എത്ര പഴക്കമുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ച് എടുക്കാനാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും ശരണ്യ ഈ സമീപകാലത്ത് ആരെങ്കിലും കാണാതായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു ദുരൂഹമായ തിരോധാനം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പരാതികൾ ഈ ചേർത്തല പോലീസിന് ഈ സമീപകാലത്ത് ലഭിച്ചിരുന്നോ?
ഈ മിസ്സിംഗ് കേസുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം തൊട്ടടുത്തുള്ള മരത്തിൽ ഒരു തുണി തോർത്ത് കെട്ടിയ നിലയിലുണ്ട്. ഇനി ആ രീതിയിലൊരു തൂങ്ങിമരണമാണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആരും കാണാതെ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലൊരാള് ഹാങ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ആ മൃതദേഹം അവിടെ കിടക്കേണ്ട അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധയപ്പെടുന്നില്ല. കാരണം അവിടെ വരുന്ന ഈ റോഡ് നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ലോറികളിലൊക്കെ എത്തുന്ന ആളുകളൊക്കെ പിന്നെ അവിടെ മറ്റ് മലമൂത്ര വിസർജനം അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ കാണേണ്ടതാണ്. ഇനി അത് കാണാതെ പോയതൊക്കെ എന്താണെന്നുള്ള സംശയം നിലനിൽക്കുന്നു. എന്നാൽ പോലീസ് കൃത്യമായ ഒരു ഉത്തരത്തിലേക്കോ അല്ലെങ്കിൽ അതിലേക്കോ എത്തിയില്ല. പ്രാഥമികമായി ഇത് പരിശോധനയ്ക്ക് വേണ്ടി കളക്ട് ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങളിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിലാണ് കാട് പിടിച്ച സ്ഥലത്ത് അസ്ഥികൂടം കണ്ടെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ SP ശശിധരനാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. കേസിൽ വാസുവിന്റെ മൊഴി നിർണായകമാണ്. അതേസമയം സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 10 വരെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്നും ഡാൻ കുര്യൻ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ആദ്യം ശശിനാരായണനിലേക്കാണ്. ശശിനാരായണൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 10 വരെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നറിയണം. കാരണം നേരത്തെ ഈ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം നടപടികളൊക്കെ ഈ കസ്റ്റഡി കാലയളവിൽ ഉണ്ടാകുമോ? ഇപ്പോൾ രാവിലെ 11 മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതി നടപടികളെല്ലാം പൂർത്തിയായ ശേഷം 2 മണിയോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ മാസം 10-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. തെളിവുകൾ ശേഖരിക്കണം. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം കോടതിയിൽ ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി അനുവദിച്ചത്. അതേസമയം പ്രതിയുടെ അഭിഭാഷകൻ കസ്റ്റഡി കാലാവധിക്ക് ഒരു എതിർക്കുകയുണ്ടായി. കാരണം 14 ദിവസം വരെ കസ്റ്റഡി കിട്ടിയാണ്. ഇത് കസ്റ്റഡി അനുവദിക്കാൻ പാടില്ല എന്നൊരു കാര്യം കൂടി പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞെങ്കിലും കോടതി അന്വേഷണ സംഘത്തിനോട് ആവശ്യം പരിഗണിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ മാസം 10-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടത്. എന്തായാലും ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം ഈ മുൻ നേരത്തെയുള്ള മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു, അതുകൂടാതെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തുടങ്ങിയവരെല്ലാം ശബരിമല എത്തിച്ച് വിശദമായ ഒരു തെളിവ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെയും ഒരുപക്ഷെ ശബരിമല എത്തിച്ച് വരും ദിവസങ്ങളിൽ തെളിവെടുക്കാൻ സാധ്യതയുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുന്ന മുമ്പ് തന്നെ നടപടികൾ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം തിടുക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കും. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായ എല്ലാ തെളിവുകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ അറസ്റ്റിലായ സമയത്ത് തന്നെ ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയിലും എത്തിച്ച് കൃത്യമായി തെളിവെടുക്കുകയും അവിടുന്ന് സ്വർണം ശേഖരിക്കുകയും മോഷ്ടിക്കപ്പെട്ട സ്വർണം അന്വേഷണം കണ്ടെടുക്കുകയും ചെയ്തു. അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ വീണ്ടും ആവശ്യമാണ്. ഇവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? അതിൽ ആരൊക്കെയാണ് പങ്കുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശബരിമലയിൽ വെച്ച് നടന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ വരും ദിവസങ്ങളിൽ ഈ 3 പേരെയും എത്തിക്കും. ആ 3 പേരെയും എത്തിച്ചതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം വിശദമായ തെളിവുകൾ ശേഖരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഈ കസ്റ്റഡി കാലാവധി ഈ രണ്ടാമത്തെ കേസിൽ, അതായത് ദ്വാരപാലകരുടെ സ്വർണം കവർന്ന കേസിലാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനുശേഷമായിരിക്കും വരും ദിവസങ്ങളിൽ ശശിനാരായണൻ തുടരുക. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, 6 ആഴ്ചത്തെ സമയപരിധിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് നൽകിയിരിക്കുന്ന ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന് മുന്നോടിയായി അതിവേഗത്തിലുള്ള നീക്കങ്ങളുണ്ട്. 3 പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തു. എൻ വാസുവിനെ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നീക്കം? ഈ ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ?
ടോം, ഇതിൽ 10 പ്രതികളായിരുന്നു രണ്ടാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ 10 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 2 ജീവനക്കാരെയാണ് അറസ്റ്റിലായത്. അതായത് എ സുനിൽകുമാറും അതോടൊപ്പം മുരാരി ബാബുവും. ഈ 2 പേർക്ക് പുറമെ ശേഷിക്കുന്ന 10 പേരിൽ സുധീഷ് കുമാറിനെ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അയാളിപ്പോൾ റിമാൻഡിലാണ്. ഈ സുധീഷ് കുമാറിനെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുധീഷ് കുമാറിന് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ എൻ വാസുവിനെ ചോദ്യം ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് വാസുവിനെ ചോദ്യം ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് വാസുവിനെ വിട്ടയച്ചിരിക്കുന്നത്. തുടർന്ന് എപ്പോഴെങ്കിലും വീണ്ടും ആവശ്യം വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരിക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഈ ശേഷിക്കുന്ന പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശേഷിക്കുന്നവരിലേക്ക് കൂടി അന്വേഷണം എത്തും. അതിന് വേണ്ട ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും എന്ന ഒരു തലത്തിൽ മാത്രമാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാനം കൈവരുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത്. തീർച്ചയായും ഡാൻ, അവിടെയാണ് ഈ കേസിലൊരു അട്ടിമറി സൂചനകൾ കാണുന്നത്. കാരണം ഇപ്പോഴും താഴേക്കിടയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള മുരാരി ബാബുവിനെ പോലുള്ളവർ മാത്രമാണ് ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഉന്നതരിലേക്ക്, ദേവസ്വം ബോർഡിലെ മുൻ ഭരണസമിതിയിലേക്ക് അന്വേഷണം നീങ്ങേണ്ടതല്ലേ? പക്ഷേ ഇതുവരെയും അവരെ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത നടപടിക്കപ്പുറം മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ലല്ലോ. അതായത് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്ന സൂചനകളായിരുന്നു ആദ്യഘട്ടം മുതൽ ലഭിച്ചത്. പക്ഷെ ഇതുവരെ പത്മകുമാറിനെയോ അല്ലെങ്കിൽ ആ ഭരണസമിതിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെയോ ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചോദ്യം ചെയ്ത് വിട്ടയക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കടുത്ത നടപടികൾ ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഉണ്ടായാൽ അത് വലിയ തരത്തിൽ സർക്കാരിന് പ്രതിരോധത്തിലാകുന്ന നടപടിയായി മാറും. മാത്രമല്ല ചില രേഖകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നും നിലവിൽ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം എന്ന് രേഖപ്പെടുത്തേണ്ടിയിരുന്നിടത്ത് ചെമ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു ചില രേഖകൾ കൂടി ഇനി പുറത്തു വന്നേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തി അവിടെ നിന്ന് ചില നിർണായകമായ രേഖകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ വിശദാംശങ്ങൾ അടക്കം SIT പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ ഈ അടുത്ത ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വൈകാതെ സമർപ്പിക്കേണ്ടി വരും. ആ ഇടക്കാല റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണത്തിലെ പുരോഗതിയും കണ്ടെത്തലുകളും തുടരന്വേഷണത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, ഡാൻ തുടരുക. ശശിനാരായണനിലേക്ക് ഒരിക്കൽ കൂടി. ശശിനാരായണൻ, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞ കാര്യം ബംഗളൂരുവിലാണ് ഇതിൻ്റെ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്. അതിൽ 5 പേർക്ക് പങ്കുണ്ടെന്ന്. പക്ഷെ ആ ഗൂഢാലോചന ആരൊക്കെയാണ് നടത്തിയതെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, അത്തരം നടപടികൾ ഇതുവരെ ഉണ്ടാകാത്തത്? ടോം, തീർച്ചയായിട്ടും ടോം സൂചിപ്പിച്ച പ്രധാന ഘടകമാണ്. അത്തരം ആളുകളിലേക്ക് അന്വേഷണം ഉടൻ തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പ്രധാനമായും നിലവിൽ ഈ 10 പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആള് 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ, ഒപ്പം മുരാരി ബാബു, മൂന്നാമത്തെ പ്രതിയായ ഇപ്പോൾ സുധീഷ് കുമാർ. അങ്ങനെ ഓരോ പ്രതികളെയും ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്തു വരികയുമാണ്. എന്തായാലും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാര്യമാണ്. ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമായാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ കവർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്, ആരുമായിട്ടൊക്കെ ആലോചന നടത്തിയാണ് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയാണ്
ഈ സ്വർണം കവർന്നത് എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ശബരിമലയിൽ വെച്ചാണോ അതോ ഇനി മറ്റെവിടെയെങ്കിലും വെച്ചാണോ ഇത്തരം ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 കേസും 2 അറസ്റ്റായിട്ട് രേഖപ്പെടുത്തി. ആദ്യത്തെ ദ്വാരപാലകരുടെ ശില്പങ്ങളുടെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് കസ്റ്റഡി കാലാവധി 14 ദിവസം കിട്ടുന്നു. അതിനുശേഷം രണ്ടാമത്തെ കേസായ ഈ പട്ടളപ്പള്ളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം ഈ 3 പ്രതികളെയും സന്നിധാനത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുക, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിലേക്കും അന്വേഷണം എത്താത്തതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുടെ ഇതിടയ്ക്ക് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇനി ഉള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. വരും ദിവസങ്ങളിൽ ആ തലത്തിലേക്കായിരിക്കും അന്വേഷണം പോവുക. എന്തായാലും ഈ ജീവനക്കാർ, അതായത് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമാനം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നത്. ആ തരത്തിലേക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണം കടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തിൽ മുരാരി ബാബുവിനെയും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സന്നിധാനത്തെത്തിച്ച് തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണം കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡാൻ, ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശബരിമലയിലെ തെളിവെടുപ്പ് നടക്കണം. കാരണം അതല്ലെങ്കിൽ ഒരു പക്ഷേ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന്, ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധത്തിന് പോലും സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യത്തെ കേസിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചെരിപ്പേറ് വരെ ഉണ്ടായതാണ്. ഈ കസ്റ്റഡി കാലയളവിൽ, അതായത് ഈ മാസം 10 വരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമോ? കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഈ ആദ്യം 2 ആഴ്ചത്തെ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ആ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സന്നിധാനത്തെത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തിയേക്കുമെന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിന് പകരം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കുമെന്ന്, അതായത് പരമാവധി തെളിവുകൾ, ഈ മൊഴി എടുത്തതിന് ശേഷം പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് മുരാരി ബാബുവുമായോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഇതുവരെ അന്വേഷണ സംഘം അങ്ങനെ പോയിട്ടില്ല. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തിരിയുന്നത്. അതായത് വരുന്ന 10-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു നൽകുമ്പോൾ സ്വാഭാവികമായി മണ്ഡലകാലം 3-ാമത്തെ ആഴ്ച തുടങ്ങാനിരിക്കുകയാണ്. നവംബർ 3-ാമത്തെ ആഴ്ച. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനു മുമ്പ് തന്നെ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിൽ പൊതുസമൂഹത്തിന്റെ ഒരു കൃത്യമായ ദിശയിലാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് എന്ന ഒരു ധാരണ അത് പൊതുസമൂഹത്തിനോട് നൽകേണ്ടതുണ്ട്. കോടതിയെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, അടുത്ത ഇടക്കാല റിപ്പോർട്ടിൽ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കൃത്യമായ വിവരങ്ങൾ കൂടി കൃത്യമായി അതിൽ പരാമർശിക്കേണ്ടതായി വരും. അതുകൊണ്ട് വൈകാതെ തന്നെ ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ ആ തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തോട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. കേസിൽ N. വാസുവിൻ്റെ മൊഴി ഏറെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട 2-ാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.